നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞും കേട്ടിട്ടുണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മുടെ പണം വളരുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ച് പേടിയുണ്ടാകും. ചിലർ പറയും ഇത് സ്കാം അല്ലേ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ടായിരിക്കും പലർക്ക്. നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നഷ്ടം വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഒരു 10 കൊല്ലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻജി ഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ മേജർ ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. 3 കാര്യങ്ങളിൽ ആദ്യത്തേത് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അടുത്തതാണ് വെൽത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ 3 കാര്യങ്ങളായിരിക്കും മേജറായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷനിലോട്ട് പോകാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ വർഷവും നമ്മളുടെ പണത്തിൻ്റെ മൂല്യം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്ത പൈസയല്ല നമ്മൾ ഈ വർഷം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുന്ന സമയത്ത് അത് ഏകദേശം 6%. ഓക്കെ, 6% ഇൻഫ്ലേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ മിനിമം വരുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മൾ അത്രയും പോലും എടുത്തിട്ടില്ല. നമ്മുടെ ഡെയിലി ബേസിസിലുള്ള കാര്യങ്ങൾക്ക് 6% ഇൻഫ്ലേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഇനി നമ്മുടെ ഇവിടെ നമുക്ക് കാണാം 5 തൊട്ട് 6% വരെ നമ്മളുടെ പണത്തിൻ്റെ വാല്യൂ അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 1 ലക്ഷം രൂപ നമ്മൾ ഈ കാലത്തെ 1 ലക്ഷം രൂപ നമ്മളൊരു 5 കൊല്ലം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ 1 ലക്ഷത്തിന് ആ വാല്യൂ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പണ്ട് ഇപ്പോൾ ചായ കുടിക്കാൻ 5 രൂപ മതിയായിരുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ചായ കുടിക്കാൻ 5 രൂപ മതിയോ? അല്ല, നമുക്ക് ചിലപ്പോൾ ഒരു 10 രൂപ കൊടുക്കേണ്ടി വരും. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 6%. അപ്പോൾ നമുക്ക് മിനിമം 6% ഗ്രോത്ത് നമ്മുടെ അസറ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും നഷ്ടമാണ് വരുന്നത്. ഇനി അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻഫ്ലേഷനെ നമുക്കൊരു മോണിറ്ററി ബേസിസിൽ മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മൾ 1 ലക്ഷം രൂപയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. 1 ലക്ഷം രൂപയാണ് നമ്മുടെ ബാലൻസ്. ഇപ്പം നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. നമ്മൾ ആദ്യത്തെ വർഷം 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇൻഫ്ലേഷൻ ഒന്നുമില്ല, അപ്പോൾ എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷത്തിൻ്റെ വാല്യൂ തന്നെയുണ്ട്. ഇപ്പോഴത്തെ 1 ലക്ഷത്തിന് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങാവുന്ന അത്ര സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു വർഷം കഴിയുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ പർച്ചേസിങ് പവർ വെറും 94,000 റുപ്പീസ് ആയിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വർഷമായപ്പോഴത്തേക്ക് അത് 94,000 കുറയുന്നുണ്ട്. മൂന്നാമത്തെ വർഷമാകുന്ന സമയത്ത് ആ 1 ലക്ഷം രൂപയുടെ വാല്യൂ 83,000 ആയിട്ട് കുറയുന്നുണ്ട്. പിന്നെ 10 വർഷമാകുന്ന സമയത്ത് നമ്മളുടെ ആ വാല്യൂ എന്ന് പറയുന്നത് വെറും 55,000 രൂപയിലോട്ട് പോകുന്നുണ്ട്. ഇത് വെറും ഇൻഫ്ലേഷൻ്റെ കണക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ അവിടെ കാണാനൊക്കെ പറ്റും, പക്ഷേ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ഇൻഫ്ലേഷൻ്റെ പ്രത്യേകത. സൈലന്റ് കില്ലർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. കാരണം നമ്മളിതിനെ അറിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. നമ്മൾ ഇന്ത്യൻസ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ പൈസ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ FD പോലുള്ള കാര്യങ്ങളിലാണ്. നമുക്കറിയാം FDന്ന് കിട്ടുന്ന റിട്ടേൺസ് ആസ് ഓഫ് നൗ കുറച്ചുണ്ട്. ഒരു 7% ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 6-7% നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിലും കുറവായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിന് മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെർസെൻറ്റേജ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പൈസയുടെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ പൈസ കൂടുന്നുണ്ട്, പക്ഷെ പൈസയുടെ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇൻഫ്ലേഷൻ നമ്മുടെ ഡെയിലി ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 10 വർഷത്തിലെ ഡിഫറൻസിൽ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്തത് അതേപോലെ തന്നെ ഏറ്റവും അധികം വിലക്കയറ്റം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പെട്രോൾ എന്ന് പറയുന്നത്. പെട്രോളിന് 65 രൂപയായിരുന്നു 10 കൊല്ലം മുമ്പെങ്കിൽ ഇപ്പോൾ 2024 കഴിഞ്ഞപ്പോഴത്തേക്കും അത് 100 രൂപയിൽ കൂടുതലായി. 1 ലിറ്ററിന് 100 രൂപയിൽ കൂടുതലായിട്ട് അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരേ സെയിം സാധനത്തിന് നമ്മൾ 10 മടങ്ങ് വിലയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒണിയൻസ് ആയാലും സ്കൂൾ ഫീസ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ ആയാലും എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പൈസയുടെ വാല്യൂ ഇവിടെ കൂടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നല്ല രീതിയിലാണ് ഇവിടെ മണി ഇൻക്രീസ് ചെയ്യുന്നത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൈസയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിലക്കയറ്റം, പണപ്പെരുപ്പം എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നഷ്ടമായത് എന്ത് എന്നുള്ളതാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ആ ഒരു ബേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടേം നല്ലപോലെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ഒരു എന്താണ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യു ഗേവ് അപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് FDയിലും ഇൻവെസ്റ്റ് ചെയ്യാം, അതേസമയം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത അതിനെയാണ് നമ്മൾ എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ FD ഉണ്ട്, നമ്മളുടെ നിഫ്റ്റി 50യുടെ ഒരു ഇൻഡെക്സ് ഫണ്ട്. ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, അർജുൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, കാവ്യ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. ഇപ്പോൾ അർജുൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൈസ FDയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഏകദേശം 6% റിട്ടേൺസ് അല്ലെങ്കിൽ പലിശ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ഇനി നമ്മുടെ കാവ്യ എന്ന് പറഞ്ഞ ഇൻവെസ്റ്ററോ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബേസിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഈ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. നമുക്ക് അധികം ഡീറ്റെയിലോട്ട് പോകണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, സ്റ്റോക്ക് മാർക്കറ്റ് ബേസിസിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി കാവ്യയ്ക്ക് കിട്ടുന്ന ഒരു ആവറേജ് 12% റിട്ടേൺ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ഇനി 10 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇവിടെ അർജുൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1,90,000 വളർന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത്, അത് വളർന്ന് 1,90,000 മാറിയിട്ടുണ്ട്. പക്ഷേ കാവ്യയുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3 ലക്ഷത്തിലധികമായിട്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അർജുൻ ഇവിടെ നമ്മളുടെ FD മാറിയിട്ട് ഇൻഡെക്സ് ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു തുകയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു FDയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറഞ്ഞ് ഈ ഒരു എമൗണ്ടിലോട്ട് മാറി. ഇതിനെയാണ് എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ചെറുതായിട്ട് കാണരുത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എത്രത്തോളം വളരാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഈ 12%, എല്ലാവരും ചോദിക്കും 12% അങ്ങനെ അങ്ങ് കിട്ടുവാണോ എന്നങ്ങ് ചോദിക്കും. പക്ഷേ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് 12% കൂടുതൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു ബെഞ്ച് മാർക്കാണ് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് 12% കൂടുതലും കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കണക്ക് നമുക്ക് വാലിഡാണ്. ഇനി നമ്മൾ 10 കൊല്ലം ഡിലേ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു കോമ്പൗണ്ടിങ് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഞാൻ ലാപ്പ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഡിലേ വരുത്തുന്നുണ്ട് എന്താണ് നമുക്ക് വരുന്ന ഒരു നഷ്ടം എന്ന് മനസ്സിലാക്കാം. ഒരാൾ 25-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതും 35-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതും തമ്മിലുള്ള റിയൽ ഡിഫറൻസ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു മോട്ടിവേഷനെങ്കിലും നിങ്ങൾക്കിത് തോന്നുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഗ്രോയുടെ SIP കാൽക്കുലേറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രോ SIP കാൽക്കുലേറ്ററിന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിത് കിട്ടാവുന്നതാണ്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു SIP കാൽക്കുലേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് SIP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് നിക്ഷേപിക്കുന്നതിനാണ് ഈ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു 1000 രൂപ വെച്ച് എല്ലാ മാസം 1-ാം തീയതി നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കത്തില്ല, അതിനെയാണ് നമ്മൾ ഈ SIP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 5000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് എന്ന് വിചാരിക്കുക. എന്നിട്ട് 30 കൊല്ലത്തോളം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് കൂട്ടാനൊക്കെ പറ്റും, പക്ഷെ ഞാനിവിടെ കൂട്ടുന്നൊന്നുമില്ല. 5000 തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എല്ലാ മാസവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഏകദേശം 12% റിട്ടേൺസ് കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ്സിലോട്ടാണ്. ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടാണെന്ന് കൂട്ടിക്കോ, ഒരു 12% റിട്ടേൺസ് എന്ന്. ഇനി 30 വർഷത്തേക്ക് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 30 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ 5000 രൂപ, അതായത് മൊത്തം എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 5000 വെച്ച് 30 കൊല്ലത്തേക്കാകുമ്പോൾ 18 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി അതിൽ നിന്ന് എനിക്ക് റിട്ടേൺസ് എത്രയാണ് കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ
1,36,00,000 രൂപയോളമാണ് എനിക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നോക്കുകയാണെങ്കിൽ 1,54,00,000 രൂപയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക എന്ന് പറയുന്നത് വെറും 18 ലക്ഷം രൂപയാണ്. അതാണ് നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് ഇപ്പോൾ 1,54,00,000 രൂപയായിട്ട് മാറിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 10 കൊല്ലം ഡിലേ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 35-ാമത്തെ വയസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പൈസ കൂട്ടിയിട്ടാൽ പോരെ എന്നുള്ളൊരു തോട്ടായിരിക്കും നമുക്ക്. 5,000-ന് പകരം നമ്മൾ 10,000 വെച്ച് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോ. പക്ഷേ ഇവിടെ നമ്മുടെ ആ ടൈമിനെ പകരം വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഞാനൊരു 10,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. പക്ഷേ എനിക്ക് 30 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല. 20 കൊല്ലം, ഞാൻ ലേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരാളാണ്, എനിക്ക് 20 കൊല്ലം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എന്ന് കൂട്ടുക. അങ്ങനെ ഉണ്ടെങ്കിൽ 10,000 വെച്ച് 12% സെയിം ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. 20 കൊല്ലം പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ 20 കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം കിട്ടുന്ന റിട്ടേൺസ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 68 ലാക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 92 ലാക്കായിട്ടാണ് ഇത് വളർന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്താണ് ഇവിടെ നഷ്ടപ്പെട്ടത്? നമ്മളൊരു 10 കൊല്ലം ഡിലേ ആകുമ്പോഴത്തേക്കും നമ്മൾ 5,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അത്ര പോലും വളർച്ച ഈ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ്, ഇപ്പം നമുക്ക് സാലറി ഒക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സമയം തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങണം? ഇൻവെസ്റ്റിംഗ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം റിട്ടേൺസ് ബിൽഡ് ചെയ്ത് നല്ല രീതിയിലൊരു നല്ല വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതും വലിയ എമൗണ്ടിലല്ല, ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം കാര്യം നമ്മൾ FDയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അതിൻ്റെയൊക്കെ ഒരു 10 മടങ്ങ് പോലും ഉണ്ടാകത്തില്ല, വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് നല്ലതാണ്. അതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. നല്ല രീതിയിൽ നമുക്കൊരു നഷ്ടമാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽത്ത് ഗ്യാപ്പാണ്. നമ്മുടെ ഇന്ത്യയിലെ കേസ് നോക്കുന്ന സമയത്ത് ഏകദേശം 3-4% ആൾക്കാർ മാത്രമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലോട്ട് വരുന്നത്. എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇക്വിറ്റീസിലോട്ടൊക്കെ വരുന്നത് വെറും 3-4% ആൾക്കാർ മാത്രമാണ്. പക്ഷേ നമ്മളിപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ 50% മേളിൽ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ എപ്പോഴും ഒരു സ്കാം ആയിട്ടും അതേപോലെ തന്നെ ഇതിൽ ഇട്ട പൈസ മാത്രം പോകുന്ന ഒരു കാര്യമായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കാര്യം കൂടെ ഇനി ഡിസ്കസ് ചെയ്യാം. 3-4% ഇന്ത്യൻസ് മാത്രമാണ് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 55% ആൾക്കാരൊക്കെയാണ് USA പോലുള്ള കൺട്രീസിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 4.5 crore ആൾക്കാർ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 50 കോടി ആളുകളിൽ നിന്ന് വെറും 4.5 കോടി ആൾക്കാർ മാത്രമാണ് ഇതിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. വളരെ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സിലോട്ടൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് കുറച്ചുകൂടെ ഒന്ന് ഉയർന്നു വരാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും പൈസ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് FDയും സേവിങ്സും ആണ്. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പൈസേനെ ഗ്രോ ചെയ്യിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മിത്സ്, ഇന്ത്യയിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു മിത്തുകൾ മനസ്സിലാക്കാം. FD ആണ് സേഫ്. എപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ബന്ധുക്കളോടോ ആരോടൊക്കെ ചോദിച്ചാലും നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് FD ആണ് സേഫ്, നിങ്ങൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, FDയിൽ കിട്ടുന്ന റിട്ടേൺസിൻ്റെ അത്രയൊന്നും എവിടെയും കിട്ടില്ല എന്ന്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കാത്തത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരാളുടെ കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ മൈൻഡിലോട്ട് പോലും വരുന്നില്ല. എത്രത്തോളം പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്, ഈ ഇൻഫ്ലേഷൻ കാരണം എത്രത്തോളം പൈസ നഷ്ടമാകുന്നു എന്നുള്ളതൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ടാകത്തില്ല. നമ്മൾ അത് എല്ലാം മറന്നിട്ട് ഈ FD ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു തോട്ടിൽ മാത്രമാണ് ഇരിക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സ് റിസ്കി ആണ് എന്നുള്ളൊരു ഫാക്ടർ നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ
പൊതുവേ ഇന്ത്യൻസിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയാലും ഭയങ്കര റിസ്ക്കിയാണ് എന്നുള്ളൊരു തോട്ടുണ്ട്. ശരിക്കും ഒരു 10 കൊല്ലം ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 99% നമുക്ക് അങ്ങനെ നഷ്ടം വരാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകണം. അതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം ആകുമ്പോഴത്തേക്കും വിഡ്രോ ചെയ്യുന്ന ആ കാര്യമല്ല ഞാൻ പറയുന്നത്. കൺസിസ്റ്റൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഗ്രോത്ത് മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഫണ്ടുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗ്യാംബ്ലിംഗ് ആണ് എന്നുള്ളൊരു തോട്ടുണ്ട്. മനസ്സിലാക്കി പഠിച്ച് ചെയ്യുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗ്യാംബ്ലിംഗ് അല്ല. ഇതല്ലാതെ ചുമ്മാ റാൻഡം ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിക്കുന്നു വിൽക്കുന്നു, ഇതൊക്കെ ഗ്യാംബ്ലിങ്ങിൽ പെടുന്നതാണ്. അതല്ലാതെ മനസ്സിലാക്കി പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയാണ് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറേഷണൽ വെൽത്ത് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫാമിലീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫാമിലീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പോർട്ട്ഫോളിയോ ആയിട്ട് ഒരു അസറ്റ് ഇതുണ്ടാവും, അല്ലെങ്കിൽ ലാൻഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അസറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഫാമിലീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സേവിങ്സും കാര്യങ്ങളും ഇൻഫ്ലേഷൻ, നമ്മൾ വർഷങ്ങൾ എടുത്ത് വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ത്രൂ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പൈസയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമുക്ക് പറയാം ചില സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ടും മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട്. എല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതല്ലാതെ ഈ ഒരു റീസൺ കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി ഭാവി തലമുറയ്ക്കാണെങ്കിൽ പോലും നമുക്കൊരു ഇൻഹെറിറ്റൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, എൻ്റെ അപ്പൂപ്പൻ ആ സ്ഥലം വന്ന് വിറ്റില്ലായിരുന്നു എൻ്റെ എത്ര രൂപ ഉണ്ടായേന്. നമ്മളും ആ അപ്പൂപ്പനും അമ്മൂവേ ആകാൻ പറ്റുന്ന ആളുകളാണ്. നമുക്കതിന് വേണമെങ്കിൽ നമ്മളുടെ ഇനിയും വരുന്ന പാസ് ഡൗൺ ചെയ്യാം, അടുത്ത ജനറേഷന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെൽത്ത് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ റിട്ടയർമെൻറ്റ് സമയത്ത് അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ചെയ്യാത്തൊരു ഫാമിലിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പാസ് ഡൗൺ ചെയ്യാനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കുട്ടികൾക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട വരത്തില്ല. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ അവർക്ക് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് വരാനായിട്ട് സാധിക്കുക. ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഫാമിലീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അത് നമ്മളെ ഇനി വരാൻ പോകുന്ന ജനറേഷനെയും കൂടെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഞാൻ എല്ലാവർക്കും പറ്റുന്നത് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബെറ്റർ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പോൾ ഈ ഇൻഡെക്സ് ഫണ്ട്സ്, ETF ഇതുപോലത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 100 രൂപ 500 രൂപ ഇതിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ, ഗ്രോ ഒക്കെ ഇല്ലേ, ഗ്രോയുടെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ സെറോദയുടെ തന്നെ കോയിൻ ബൈ സെറോദ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ET മണി, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. 500 രൂപ തൊട്ട് നമുക്ക്, അല്ലെങ്കിൽ 100 രൂപ തൊട്ടൊക്കെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കത് ബേസിക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇപ്പോൾ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേണ്ടത്, ടാക്സ് ഫ്രീ ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചൂസ് ചെയ്യാവുന്നതാണ് ഈ PPF എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് റിട്ടേൺസ് നോക്കിയാൽ 7.1% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതും ഒരു ഓപ്ഷനാണ്, പക്ഷേ ഞാൻ അത്രയും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനല്ല. പിന്നെ നമുക്ക് വരുന്നതാണ് ELSS മ്യൂച്വൽ ഫണ്ട്. ഇത് നമുക്ക് ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാനാണ്. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് എന്ന രീതിയിലാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഇതിൽ കൊണ്ട് എല്ലാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. ഒരു ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇങ്ങനെയല്ല ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അപ്പോൾ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇനി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്താൽ മതി.
അടുത്താണ് NPS എന്ന് പറയുന്നത്. NPS എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ പെൻഷൻ സിസ്റ്റം ആണ്. അപ്പോൾ ഇത് റിട്ടയർമെൻറ്റ്സിനൊക്കെ നല്ലതാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ടാക്സ് ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചുകൂടെ അഡീഷണൽ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് NPS എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് തരുന്ന അത്ര റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഏറ്റവും നന്നായിട്ട് റിട്ടേൺസ് കിട്ടാൻ ഇപ്പോൾ നമ്മുടെ Nifty 50 ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തുള്ള കാര്യത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും റിട്ടേൺസ് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ്. അതായത് നമ്മൾ വിചാരിക്കുക ഇന്ന് തുടങ്ങണ്ട, എനിക്കിപ്പോൾ എത്ര വയസ്സായി, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നല്ല യങ്ങല്ല, ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമാണ്, ഈ ഒരു സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയല്ലോ എന്നുള്ള തോട്ട് ഉണ്ടാവും. എപ്പോഴും മനസ്സിലാക്കാം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യം ഉള്ളിടത്തോളം നമ്മുടെ പൈസയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ പൈസയ്ക്ക് പ്രത്യേകിച്ച് ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് പറയാം നമ്മൾ കുറച്ച് ബിഹൈൻഡായി എന്ന് പറയാം. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആകുമ്പോഴത്തേക്കും എത്രത്തോളം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. 5000 രൂപയും 10000 രൂപയും വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ സ്റ്റോറി രണ്ടുപേരുടെ സ്റ്റോറി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ലേറ്റ് ആകുന്നതിലൂടെ നമുക്ക് എത്രത്തോളം രൂപയുടെ നഷ്ടമാണ് വരുന്നതെന്ന്. എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര യങ്ങായിരിക്കുന്നോ അത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വെൽത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നതാണ്. എഗെയിൻ നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ ജനറേഷനൂടെ ബെറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ നടക്കുന്ന കാര്യം. ഇനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് ആസ്പെക്റ്റ് നടക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ 10 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന, ഒരു ഡെക്കേഡോളം ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നല്ല ക്ലാരിറ്റി കിട്ടിയില്ലേ? അതേസമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലായില്ലേ? ഇനി എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം, നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാവുന്നതാണ്. സോ എവരിവൺ, സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.